എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. TV-യിലെ പരസ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരാണല്ലോ നമ്മൾ. ചില പരസ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത അരോചകത്വം ഉണ്ടാവുമെങ്കിലും ചിലതിൽ നല്ല അർത്ഥമുണ്ട്. അതിലൊന്നാണ് ഒരു മകനും പിതാവുമുള്ള മകൻ വരികയും പിതാവ് വണ്ടിയുടെ ഡിക്കി ലിഫ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ലഗേജ് എടുക്കുമ്പോൾ മകൻ ചോദിക്കുന്ന, അപ്പ ഇതെന്തിനാ ചെയ്യുന്നത്, അല്ലെ എത്ര നാൾ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ നിന്റെ അപ്പനായിരിക്കുന്നിടത്തോളം കാലം ഇത് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മകൻ അപ്പനെ നോക്കുന്നു. പിന്നീട് പ്രായമാകുന്ന പിതാവിനെ പരിചരിക്കുന്ന മകനെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കൃത്യമായിട്ടുള്ള ആ ഒരു വാക്ക്, നിന്റെ അപ്പനായിരിക്കുന്നിടത്തോളം കാലം, ആ ഒരു വാക്കിൻ്റെ കരുതൽ, സ്നേഹം, ശക്തി ആ മകൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുകയാണ്. ഒരു പരസ്യമാണെങ്കിൽ പോലും എന്ത് വലിയ അർത്ഥം നമ്മൾക്കതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്, അല്ലേ? ഒരു പിതാവ് നിന്റെ അപ്പനായിരിക്കുന്നിടത്തോളം കാലം നിന്നെ ഞാൻ സ്നേഹിക്കും, നിന്റെ പ്രശ്നങ്ങളിൽ ഒരു താങ്ങായി ഞാൻ ഉണ്ടാവും, നിനക്ക് ധൈര്യം തരാൻ ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് ആ മകനിൽ അല്ലെങ്കിൽ മകളിൽ കൊടുക്കുന്ന ആത്മധൈര്യം വിലമതിക്കാനാവാത്തതും വർണ്ണിക്കാൻ എളുപ്പമല്ലാത്തതുമാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകളുടെ ശക്തി വെളിപ്പെടുത്തുന്ന ഒന്നാണത്. എന്നാൽ മിക്കവാറും ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഇത് പറഞ്ഞ് നമ്മുടെ മക്കളെ ആശ്വസിപ്പിക്കാൻ കഴിയാറില്ല. കാരണം പല പേരൻസും ഈ സ്നേഹം ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ വെക്കും, മാതാപിതാക്കൾ. അതെന്നിട്ട് പുറത്ത് കാണിക്കത്തില്ല, പ്രകടമാക്കത്തില്ല. ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്കുണ്ടാകുന്നത്? ഒരു പിതാവിൻ്റെ സ്നേഹം, മാതാവിൻ്റെ സ്നേഹം പ്രകടമാക്കാനുള്ളതാണ്. നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ച് അവരെ കരുതുന്നതും അവരെ സ്നേഹിക്കുന്നതും ഒക്കെ അവരോട് പറയുവാൻ, അവരുടെ ചെവിയിലൂടെ അവരത് കേട്ട് അവരുടെ ഹൃദയത്തിലേക്ക് അതിനെ വലിച്ചെടുത്ത് അവരുടെ സിസ്റ്റത്തിൽ അത് രജിസ്റ്റർ ചെയ്ത് വെക്കണം. ഞാൻ തളരുമ്പോൾ, ഞാൻ വേദനിക്കുമ്പോൾ, ഞാൻ പ്രശ്നത്തിലകപ്പെടുമ്പോൾ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാനുള്ള ഒരു സങ്കേതം അതെൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ്. ഈ ബോധ്യം നമ്മുടെ മക്കളുടെ ഉള്ളത്തിലേക്ക് നമുക്ക് പതിപ്പിച്ചുറപ്പിക്കുവാൻ കഴിയണം. അല്ലാതെ മക്കൾ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞ് അവരോട് പിണങ്ങിയിരിക്കുകയും, അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളോട് സംസാരിക്കാതിരിക്കുക, പിണങ്ങിയിരിക്കുക, ദേഷ്യപ്പെടുക, അവരെ മറ്റുള്ളവരുടെ മുൻപിൽ ഇകഴ്ത്തിക്കാട്ടുന്ന സംസാരങ്ങൾ, ഇതൊന്നും പാടില്ല. അത് വളരെ ദൂഷ്യം ചെയ്യും. നമ്മുടെ സ്നേഹം പ്രകടമാക്കുവാനുള്ളതാണ്. അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ മക്കളോട് അതെപ്പോഴും തുറന്ന് ഉണ്ടായിരിക്കണം. കാരണം അത് അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും അവരുടെ ഹൃദയത്തിൽ പിതാവിനോടും മാതാവിനോടുമുള്ള സ്നേഹം നിറയുകയും ചെയ്യും. എന്നെ ശ്രദ്ധിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഇന്ന് തുടങ്ങാം. God bless you.